അത് എന്താ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? ഇത് നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? അത് എന്താ എന്നുള്ളതിന് വാട്ട് ഡസ് ദാറ്റ് മീൻ അല്ലേ? വാട്ട് ഡസ് ദാറ്റ് മീൻ? ഈ ദാറ്റിന്റെ സ്ഥാനത്തുണ്ടല്ലോ നമുക്ക് വേറെ എന്ത് വേണേലും കൊണ്ടുവരാം. ഇപ്പോൾ ഒരാൾ നിങ്ങളോട് പറയുന്നു പുതിയതായിട്ടുള്ളൊരു പദമാണ്, ലെറ്റ്സ് സേ ഡിസിമിലേഷൻ. അപ്പം നമ്മൾ പറയും വാട്ട് ഡസ് ഡിസിമിലേഷൻ മീൻ? നമുക്ക് അറിയാവുന്നൊരു കാര്യം പറയാം, കുക്കിംഗ്. അങ്ങനെ ചോദിക്കാൻ വഴിയില്ല, എന്നാലും വാട്ട് ഡസ് കുക്കിംഗ് മീൻ? എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാത്ത വാക്ക്? ആ വാക്കിനെ നമ്മൾ ആ സെന്റൻസിൽ കൊണ്ടിട്ടിട്ട് വാട്ട് ഡസ് ആ സംശയമുള്ള വാക്ക് മീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്നാണ്. എന്നാൽ നിങ്ങൾ എന്ത് ഉദ്ദേശിക്കുന്നു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ എങ്ങനെ ചോദിക്കും? വാട്ട് ഡു യു മീൻ അല്ലേ? വാട്ട് ഡു യു മീൻ? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പഴയ മലയാള സിനിമയിലൊരു ഡയലോഗ് ഇല്ലേ, വാട്ട് ഡു യു മീൻ? ഐ മീൻ വാട്ട് ഐ സേ എന്ന് പറഞ്ഞ പോലെ എന്താ നിങ്ങൾ നമ്മൾ ചിലപ്പോഴും നമ്മൾ കുറച്ച് ഫിഗറേറ്റീവ്ലി ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മളൊരു കാര്യം ഇങ്ങനെ ഒരാൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ കേട്ടിട്ട് അതിൽ നിന്ന് നമ്മളൊരു അർത്ഥം മനസ്സിലാക്കിയെടുക്കണം. അപ്പം നമ്മൾ വാട്ട് ഡു യു മീൻ, ഇതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് ഇല്ലേ? ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് കേട്ടിട്ട് മനസ്സിലായില്ല. അത് ചിലപ്പോൾ വളരെ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് കാര്യം കൃത്യമായി മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിച്ച് കൃത്യമാക്കുന്നത്? കണ്ടു നോക്കൂ. അപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലായേ ഇല്ലെങ്കിൽ നമ്മൾ പറയും ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. അല്ലെങ്കിൽ അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ പറയും ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് യു. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്ററപ്റ്റ് ചെയ്തിട്ട് പറയാം, അയ്യോ ഒരു മിനിറ്റ്, എക്സ്ക്യൂസ് മീ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറഞ്ഞതിന് ശേഷമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് യു. നിങ്ങൾ എന്താണോ പറഞ്ഞത് അതെനിക്ക് മനസ്സിലായില്ല. ഈ രണ്ട് ചോദ്യങ്ങളും വളരെ പ്രധാനമാണ്. ഈ രണ്ട് ചോദ്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക വേണം. കാരണം പ്രത്യേകിച്ച് നമ്മളൊരു ഭാഷ പഠിക്കുമ്പോണ്ടല്ലോ ആദ്യമൊന്നും പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ മനസ്സിലാവാത്ത കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക എന്നുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു, അല്ലെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രണ്ട് വാചകങ്ങൾ തീർച്ചയായും ഉപയോഗിക്കുക. അപ്പോൾ അവർക്ക് എന്താ മനസ്സിലാവാത്തത്? അപ്പോൾ പറയണം, ഒന്നുകിൽ ചിലപ്പോൾ ഒരു സ്പീഡിലാണ് സംസാരിച്ചതെങ്കിൽ നമ്മൾ എന്ത് പറയും? ക്യാൻ യു പ്ലീസ് സ്പീക്ക് എ ലിറ്റിൽ സ്ലോവർ? ഇതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊരു പുതിയ ഭാഷ പഠിക്കുമ്പം വളരെ സ്പീഡ് കൂടുതലായിട്ട് മറ്റേയാൾ പറയുമ്പോൾ നമുക്കിതൊന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പ്രയാസമായിരിക്കും അല്ലേ? അപ്പോൾ എന്നാൽ അവർ കുറച്ചൊന്ന് പതുക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് പതുക്കെ പറഞ്ഞാൽ ഏത് ഭാഷയും നമുക്ക് മനസ്സിലാവും. കാരണം ഈ ബോഡി ലാംഗ്വേജ് ഒക്കെ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ പറയും ക്യാൻ യു പ്ലീസ് സ്പീക്ക് എ ലിറ്റിൽ സ്ലോലി? ക്യാൻ യു പ്ലീസ് സ്പീക്ക് എ ലിറ്റിൽ സ്ലോലി? അതും പറയാം. അല്ല, എന്തെങ്കിലും പറഞ്ഞതിൽ ഒരു പ്രത്യേക കാര്യമാണ് മനസ്സിലാവാത്തതെങ്കിൽ അത് ഒന്നുകൂടി പറയാമോ എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെ പറയും? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? ഒരിക്കൽ പറഞ്ഞു, ഒരിക്കൽ കൂടെ പറയാമോ? ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും മറക്കണ്ട. ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് യു, അല്ലെങ്കിൽ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് യു. കുഡ് യു പ്ലീസ് സ്പീക്ക് എ ലിറ്റിൽ സ്ലോവർ? അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് യു, ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ്? അപ്പോൾ ഈ സെൻറ്റൻസസ് തീർച്ചയായും എഴുതി വെക്കണം. കാരണം ഇത് എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് പലയിടത്തും നമുക്ക് ഉപയോഗം വരും. പ്രത്യേകിച്ചും നമ്മളൊരു ഭാഷ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് ശ്രമിച്ച് നോക്കുക. ആൻഡ് യു വിൽ certainly get better. അപ്പോൾ keep watching Simple English and learn English with me, Surya.